കഥകളുടെ പെട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കണതേ അച്ഛൻ്റെ തറവാട്ടില. അതായത് ഏകദേശം ഒരു 11 വയസ്സ് വരെയൊക്കെയുള്ള ഒരു കാലാണത്. അങ്ങനെ ഇരിക്കലേ ഒരു ദിവസേ നേരം വെളിച്ചാകുമ്പോൾ അച്ഛൻ്റെ തറവാട്ടിൽ സ്ഥിരമായിട്ട് പുറംപണിക്ക് വന്നിരുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ കാലഗതി പ്രാപിച്ച് മണ്ണോട് മണ്ണായിട്ടുണ്ടാവും. അതായത് ഞാൻ 5 or 6 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോഴാണ് അടുക്കളപ്പുറത്തുനിന്ന് അയ്യപ്പൻ്റെ ഒരു വിളി കേട്ടിട്ടാണ് അച്ഛമ്മയുടെ പിന്നാലെ ഞാൻ ചെന്ന് നോക്കണത്. ചെന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പൻ വിളിച്ചു പറയണത്, അമ്പ്രാളെ നിങ്ങൾ ഇത്തിരി അട്ടക്കരിയും കല്ലുപ്പും കൂടി ഇങ്ങോട്ട് എടുത്താണി എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു പുതിയ വിഷയമല്ല. അട്ടക്കരി എന്ന് വെച്ചാല് പണ്ട് അടുക്കളയുടെ മോളിലായിട്ട് മോൾ ഭാഗത്തിനെയാണ് അട്ടം എന്ന് പറയുക. ഈ അട്ടം എന്ന് പറയണത് വലിയ വലിയ മരപ്പലകകൾ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളില് വിറക് അടുക്കി അടുക്കി വെക്കും. ഈ വിറക് അടുപ്പിൽ നിന്ന് വരുന്ന പുകയും ചൂടും ഒക്കെ ഏറ്റിട്ട് ഉണങ്ങും. അതെടുത്തിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഈ ചൂടും പുകയും ഈ അട്ടത്ത് തട്ടി 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 കട്ടിയുള്ള കരി, പാട പോലെ കട്ടിയുള്ള കരി പിടിച്ചിട്ടുണ്ടാവും. അതിനെയാണ് അട്ടക്കരി എന്ന് പറയുക. അട്ടക്കരിയും കാപ്പിപ്പൊടി, അട്ടക്കരിയും കല്ലുപ്പും, അട്ടക്കരിയും പഞ്ചസാരയും, ഈ മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നത് മുറിവ് പറ്റിയാൽ അവിടെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഔഷധ എന്നാ പറയണത്. അപ്പോ അയ്യപ്പൻ ഇങ്ങനെ വിളിച്ച് പറയണത് സാധാരണ ആണ്. അയ്യപ്പൻ തൊടിയിൽ പണിയെടുക്കുന്ന ആളാണ്. എന്തെങ്കിലും മുറിവ് പറ്റിയാല് ഇങ്ങനെ വിളിച്ചു പറയും. അപ്പൊ അച്ഛമ്മ കുറച്ച് അട്ടക്കരിയും കല്ലുപ്പും കൂടി എടുത്തിട്ട് അയ്യപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഞാനും അച്ഛമ്മയുടെ വാലുപോലെ പിന്നാലെ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാല് അയ്യപ്പന്റെ വലത്തെ കാലിന്റെ ചെറുവിരല്, കുഞ്ഞു വിരല് മുറിഞ്ഞു പോയിരിക്കുന്നു. അവിടുന്ന് കുടുകുടാന്ന് ചോര ഒഴുകുന്നുണ്ട്. അയ്യപ്പൻ നിൽക്കണ ആ ഒരു അയ്യപ്പന്റെ അപ്പോഴത്തെ ആ ഒരു രൂപം എൻ്റെ മനസ്സിൽ വലിയൊരു ചിരി ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാല് ഒരു കുഞ്ഞിയ ഒറ്റത്തോർത്താണ് അയ്യപ്പനെ ആകെ കൂടി ഞാൻ ഉടുക്കണ കണ്ടിട്ടുള്ള ഒരു വസ്ത്രം. അതിൻ്റെ അടിയിൽ ഒരു ശീലക്കോണകം ഉണ്ടെന്ന് അന്നാ മനസ്സിലായി. എന്താന്ന് വെച്ചാല് ഈ ശീലക്കോണകം മാത്രം ഉടുത്തിട്ടാ അയ്യപ്പൻ നിൽക്കണതേ. ഉടുത്തിരുന്ന ഒറ്റത്തോർത്ത് കാലിൻ്റെ കുഞ്ഞു വിരലുമ്പിൽ, വലത്തെ കാലിൻ്റെ കുഞ്ഞു വിരലുമ്പിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അച്ഛമ്മ ഈ അട്ടക്കരിയും ഉപ്പും കൂടി കയ്യിലിട്ട് കൊടുത്തപ്പോൾ ഈ കുഞ്ഞിത്തോർത്ത് അത് ചുവന്ന നിറമായിരിക്കണു ആകെ. അതിങ്ങോട്ട് ഊരിയെടുത്തിട്ട് അയ്യപ്പൻ ഈ കുഞ്ഞുവിരലിൻ്റെ സ്ഥലത്ത് അവിടെ പൊത്തി വെച്ചു. അപ്പൊ അച്ഛമ്മ, അയ്യോ ഇതെന്താ അയ്യപ്പ വിരല് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അതടിയൻ കൊത്തി കളഞ്ഞു അമ്പ്രാളെ. അപ്പൊ ഞങ്ങളിങ്ങനെ അന്തം വിട്ടിട്ട് നോക്കിയിരിക്കുകയാണ്. വളരെ കൂളായിട്ടാണ് പറയണതേ, അതടിയൻ കൊത്തി കളഞ്ഞു എന്ന് വിരല്. എന്താ അയ്യപ്പ ഈ പറയണെന്ന് വെച്ചപ്പോ അച്ഛമ്മ പറഞ്ഞു, ഒരു പാമ്പേ ഞാൻ തൊടി കളയ്ക്കുമ്പോ ഒരു മാളത്തുനിന്ന് വന്ന് അത് ചെറുവിരലുമ്പിലാ കടിച്ചു. അപ്പൊ എളുപ്പം എന്താണ്, ആ വിരൽ അങ്ങോട്ട് കളയുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണീ, അതിന്റെ തൊടയമ്മ ഒക്കെയാണ് കടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് മുറിക്കാൻ പറ്റുമോ? ഇത് എളുപ്പല്ലേ എന്നാണ് അയ്യപ്പന്റെ ഒരു ഭാഷ്യം. അപ്പൊ അത് കേട്ടപ്പോ അച്ഛമ്മ പറഞ്ഞു, ഇനിയിപ്പോ വൈദ്യരുടെ അടുത്തൊന്നും പോണ്ടേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് പാമ്പ് എവിടെ അയ്യപ്പ? അതിനടിയാൻ തച്ചൊന്ന് കുഴിച്ചിട്ടു. വളരെ സാധാരണമായ ഒരു സംഭവം നടക്കണു എന്നുള്ള ഭാവത്തില് അയ്യപ്പൻ ആ അട്ടക്കരിയും ഉപ്പും കൂടി വലത്തെ കാലിൻ്റെ കുഞ്ഞുവിരലും ഇല്ലാത്ത സ്ഥലത്ത് പൊതിഞ്ഞു കെട്ടി വെച്ച് പോയി അന്ന് വൈകുന്നേരം വരെ പണിയെടുക്കുകയും ചെയ്തു. എനിക്കതൊരു വലിയ അത്ഭുതമുള്ള കാര്യമായിരുന്നു. പിറ്റേ ദിവസം വെളിച്ചാകുമ്പോൾ വീടിൻ്റെ മുറ്റത്തുനിന്ന് നായ ഉറക്ക കുരയ്ക്കണ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങി ചെല്ലണത്. അപ്പോൾ
തത്സമയം വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ മുറ്റത്ത് കാണണ കാഴ്ച, പടമുയർത്തി നിൽക്കണ ഒരു പാമ്പിനോട് വീട്ടിലത്തെ വളർത്തുനായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ നായ്ക്കളെ അന്നൊക്കെ ഉള്ളൂ, എവിടുന്നോ വന്നുകൂടിയ ഒരു നായ, അവന് അച്ചമ്മ ചോറ് കൊടുത്ത് കൊണ്ടു നടന്നിരുന്നതാണ്. ആ നായയും ഈ പാമ്പും തമ്മിലുള്ള യുദ്ധമാണ്. ഞങ്ങൾ നോക്കിയിരിക്കലേ നായ ഒറ്റ ചാട്ടം ചാടി പാമ്പിന്റെ കഴുത്തിന് കടിച്ചു. പക്ഷെ പാമ്പിന് കഴുത്ത് കുറച്ചും കൂടി നീട്ടിപ്പിടിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് അതേ സെക്കൻഡിൽ പാമ്പ് നായനെ കൊത്തുകയും ചെയ്തു. രണ്ടുപേരും പിടിവിടാതെ യുദ്ധം ചെയ്തു. ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. ഒരേ സമയം പാമ്പും ചത്തു വീണു, നായ വായയിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ച് അതും ചത്തു വീണു. അച്ചമ്മയും ഞാനും കുറേ കരഞ്ഞൊരു ദിവസമായിരുന്നു അത്. അന്നൊക്കെ ഉച്ചനേരത്തെ ഒരു ചെറിയ ഉറക്കമുണ്ട്. ആ ഉറക്കം ഞാൻ എപ്പോഴും പതിവുള്ളത് അയോയുടെ കൂടെയാണ്. അയോയെ പറ്റിയിട്ട് ഞാൻ ഗാന്ധർവത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയോയ എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്. അവരുടെ കൂടെയാണ് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോവുക. ഒരുപാട് കഥകൾ, എൻ്റെ കഥപ്പെട്ടിയുടെ താക്കോലാണ് ശരിക്കും പറഞ്ഞാൽ അയോയ. ഒരുപാട് കഥകൾ എനിക്ക് അയോയ പറഞ്ഞു തന്നിട്ടുണ്ട്. നായയും പാമ്പും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ട് രണ്ടുപേരും മരിച്ച ആ ദിവസം ഉച്ചയുറക്കത്തിന് പോയപ്പോൾ ഉറങ്ങാൻ പറ്റാതെ ഞാനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. അപ്പൊ അയോയ എന്നോട് ചോദിച്ചു, എന്താ അമ്മോ അനക്കെന്താ ഉറക്കം വരുന്നില്ലേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലേ നമ്മുടെ ചത്തുപോയ നായയാണ് അയോയെ, എനിക്ക് സങ്കടാവുക എന്ന് പറഞ്ഞു. അപ്പൊ അയോയ പറഞ്ഞു, അതേ പാമ്പിന്റെ പകയാ കുട്ടിയെ. എന്താ പക എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. പക എന്താന്ന് അറിയാനും മാത്രമുള്ള പ്രായം കുട്ടിക്കായിട്ടില്ല. അപ്പൊ അയോയ എൻ്റെ അടുത്ത് പറഞ്ഞു, ചിലപ്പോഴേ അയ്യപ്പൻ തച്ചു കൊന്നു എന്ന് പറയണ പാമ്പില്ലേ, ആ പാമ്പിന്റെ എണപ്പാമ്പാവൂത്. എണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. അപ്പോ എണപ്പാമ്പിനെ കൊന്നേന്റെ ദേഷ്യം അതിന്റെ ജോഡിയാ തീർക്കുക. അവൾ അന്വേഷിച്ചു വന്നതായിരിക്കും, തൻ്റെ എണേനെ കൊന്ന ആളേനെ അന്വേഷിച്ചു വന്നതായിരിക്കും. അതൊരു വലിയ ലോകമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പാമ്പുകൾക്ക് അങ്ങനെ ഉള്ള സ്നേഹബന്ധങ്ങളുണ്ട്. അവർ ഇണയ്ക്ക് വേണ്ടിയിട്ട് പോരാടും. അതെന്തൊരു വലിയ സങ്കല്പമാണല്ലേ. അത്ര ചെറിയ കുട്ടിയായിരുന്നിട്ടും കൂടി സ്വന്തം ഇണയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു ജീവിയെ കുറിച്ചുള്ള അറിവ് എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടാക്കി എന്നുള്ളതാണ്. സംഭവം എൻ്റെ പ്രിയപ്പെട്ട നായ ചത്തുപോയെങ്കിലും തൻ്റെ ഇണപ്പാമ്പിന് വേണ്ടിയിട്ട് പകരം ചോദിക്കാൻ വന്നതാണല്ലോ അവൾ അല്ലെങ്കിൽ അവൻ, ആരോ ആവട്ടെ. അന്ന് പാമ്പിന്റെ പകയെ കുറിച്ചുള്ള കുറച്ച് കേൾവിനെ പറയാൻ പറ്റൂ, എനിക്ക് അയോയ പറഞ്ഞുതരുണ്ടായി. അതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കഥയുണ്ട്. പണ്ട് അന്നാട്ടിൽ തന്നെ ഒരു വലിയ തറവാട്ടില്, ഇത് ഏത് തറവാട്, ഇതിൽ പ്രസ്താവിക്കപ്പെടുന്ന ആൾക്കാരാര് എന്നൊക്കെയുള്ള തെരച്ചിലൊന്നും നടത്തിയാൽ ഈ വക കഥകൾക്ക് ഒരറ്റം ഉണ്ടാവില്ല കേട്ടോ. ഒരു പ്രസിദ്ധമായ തറവാട്ടിൽ, ഒരുപാട് അംഗങ്ങളുള്ള ഒരു തറവാട്ടിൽ, വളരെ കേമനായ ഒരു കാരണവർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു തറവാട്ടിൽ, മധ്യവയസ്കയായിട്ടും വിവാഹം കഴിക്കാതിരുന്നിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്കൊരു
ദുശ്ശീലം തന്നെ പറയാം ഉണ്ടായിരുന്നത്, രാത്രി ഭക്ഷണത്തിന് ശേഷം അവര് കുളത്തിൽ പോയിട്ട് കുളിക്കും. ഭക്ഷണശേഷം കുളിക്കരുത് എന്നാണ് പറയുക. ഇതവർക്ക് പതിവാണ്. ആരൊക്കെ ശകാരിച്ചിട്ടും അവരത് നിർത്തിയില്ല അത്ര. കയ്യിലൊരു മുണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൈത്തണ്ടയില് മുണ്ടുകൾ ഞാത്തിട്ടിട്ടാണ് അന്ന് സ്ത്രീകളൊക്കെ കുളത്തിൽ കുളിക്കാൻ പോവുക. ഞാത്തിട്ടിട്ട് അവര് രാത്രി അത്താഴം കഴിഞ്ഞാൽ കുളിക്കാൻ പോവും. അങ്ങനെ ഒരു ദിവസം കുളിച്ചുകൊണ്ടിരിക്കലെ ദൂരെ നിന്ന് അടുത്തേക്ക് വരുന്ന മിന്നൽ പോലൊരു വെളിച്ചം അവർ കണ്ടുപോലും. അപ്പോൾ എന്താണെന്നറിയാതെ ഭയന്നിട്ട് അവർ കയറി കുളപ്പുരയ്ക്കുള്ളിൽ നോക്കി നിന്നു. കുളപ്പുരയ്ക്കുള്ളിൽ നോക്കി നിന്നപ്പോൾ ഞെട്ടിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമായ ഒരു കാഴ്ച അവർ കണ്ടു എന്നാണ് പറയണേ. ഒരു കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു പാമ്പ്. അതിനാകെ കൂടി ഒരു കൈപ്പത്തിയുടെ വലിപ്പമേ ഉള്ളൂ. ആ ഉള്ള വലിപ്പം തന്നെ ഒരു പടമാണ്, ഒരു ഭണമാണ്. ആ ഭണത്തിനു മീതെ തിളങ്ങുന്ന ഒരു മാണിക്യക്കല്ല് വെച്ചും കൊണ്ട് അരിച്ചരിച്ചു വരികയാണ്. എന്നിട്ട് കുളക്കടവില് ഈ മാണിക്യക്കല്ല് തല ഇങ്ങനെ താത്തി ചെരിച്ചവിടെ ഇട്ടിട്ട് അത് കുളത്തിലിറങ്ങി നീന്തി കുളിച്ച് കരയ്ക്ക് കയറി വീണ്ടും ഈ മാണിക്യക്കല്ല് കടിച്ചെടുത്തുകൊണ്ട് തിരിച്ചുപോയി. ഇത് കണ്ടിട്ട് സംഭ്രമിച്ചു നിൽക്കാണ് ഈ സ്ത്രീ. പിറ്റേ ദിവസം അവർ അതേ സമയത്ത് തന്നെ കുളിക്കാൻ പോയി അതേ കാഴ്ച കണ്ടു. അതിൻ്റെ പിറ്റേ ദിവസം മനുഷ്യരുടെ മനസ്സിലത്തെ കുടില ബുദ്ധി എപ്പോഴാണ് ഉണർന്നു പ്രവർത്തിക്കാന്നറിയില്ലല്ലോ. അപ്പോൾ നാഗമാണിക്യത്തിനെ കുറിച്ച് അവരും കഥകൾ കേട്ട് കാണണം. നാഗമാണിക്യം ഒരു വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ തറവാടിന് വളരെ ഐശ്വര്യം ഉണ്ടാവും എന്നും അഭിവൃദ്ധി ഉണ്ടാവുമെന്നും ഒക്കെയാണ് വിശ്വാസം. പിറ്റേ ദിവസം അവര് കയ്യില് ഒരു കുന്തിച്ചാണകം എന്നാ പറയുക. അതായത് ഒരു കയ്യില് പടത്തിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന അത്ര ചാണകം എടുത്തും കൊണ്ടാണ് കുളിക്കാൻ പോയത്. അങ്ങനെ കുളിക്കാൻ പോയി പതിവ് പോലെ തന്നെ സർപ്പം മാണിക്യക്കല്ല് കരയ്ക്ക് വെച്ചിട്ട് കുളത്തിൽ നീന്താൻ തുടങ്ങിയ സമയത്ത് ഇവര് ആ മാണിക്യക്കല്ലിന്റെ മീതേക്ക് ഈ ചാണകം ഇട്ടു. കുളി കഴിഞ്ഞ് തിരിച്ചു കയറിയ പാമ്പ് അവിടെയൊക്കെ തെരഞ്ഞു. അവിടെയൊക്കെ തെരഞ്ഞ് സങ്കടം സഹിക്കാൻ പറ്റണില്ല അതിന്. അത് നേരെ ഇഴഞ്ഞു പോയിട്ട് തറവാടിന്റെ പൂമുഖത്തേക്ക് കയറിയിട്ട് ഉമ്മറപ്പടിയിൽ തല തല്ലി ചത്തു എന്നാണ് പറയണത്. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ അതൊന്നും അറിയാതെ ഈ സ്ത്രീ ചാണകത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാണിക്യക്കല്ലെടുത്ത് കഴുകി വൃത്തിയാക്കി തൻ്റെ മുണ്ടും പെട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചു. പിറ്റേ ദിവസം കാലത്ത് ഉമ്മറവാതിൽ തുറക്കണ കാരണം അവർ കാണുന്നത് കൈപ്പടത്തിൻ്റെ വലിപ്പമുള്ള ഒരു സർപ്പം ചത്ത് കിടക്കണതാണ്. കാരണം അവർ ഒരുപാട് വിഷമിച്ചു. കാരണം ഈ വലിപ്പം കുറഞ്ഞ സർപ്പങ്ങളെയാണ് നമ്മൾ നാഗങ്ങൾ എന്ന് പറയുക. എല്ലാ പാമ്പുകൾക്കും നാഗം എന്ന് പറയില്ല അത്ര. ആകെക്കൂടി ഒരു ഭണത്തിന്റെ വലിപ്പമുള്ള കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഈ ഒരു പാമ്പ് ഈ രൂപത്തിലാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നൂറ്റാണ്ടുകളോളം ജീവിക്കാനുള്ള വരം കിട്ടിയിട്ടുള്ള വരനാഗമാണത്ര ഇത്. അതിൻ്റെ ആദ്യകാല രൂപം വലുതായിരിക്കും. പിന്നീട് അത് ഒരു കല്ലിനെ ഊതി 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 ഉപവസിച്ചുകൊണ്ടാണത് ഊതുക എന്നാ പറയണത്. ഊതി കല്ലിനെ മാണിക്യക്കല്ലാക്കി മാറ്റുന്നതോടൊപ്പം അതിൻ്റെ വലിപ്പം ശോഷിച്ചു വരികയും കല്ല് മാണിക്യക്കല്ലാവുകയും സർപ്പം മറ്റൊരു ജീവിയെയും ഉപദ്രവിക്കില്ല, ഒന്നിൻ്റെ പ്രശ്നങ്ങളിലും ഇടപെടില്ല, ഭക്ഷണം കഴിക്കില്ല,
വെള്ളം കുടിക്കുക പോലും ചെയ്യില്ല, ആവശ്യത്തിന് മാത്രമേ ശ്വസിക്കും കൂടി ചെയ്യുള്ളൂ എന്നാണ് പറയണത്. ആകെക്കൂടി അത് ചെയ്യണ ഒരു കർമ്മം കുളത്തില് മുങ്ങി കുളിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സർപ്പത്തിന്റെ ഒരായുഷ്കാലത്തിന്റെ, അതും നീണ്ട ഒരായുഷ്കാലത്തിന്റെ ഫലത്തിനെയാണ് ഈ സ്ത്രീ ഒരു കുന്തി ചാണകം കൊണ്ട് മോഷ്ടിച്ചെടുത്തത്. തല തല്ലി ചത്ത സർപ്പത്തിന്റെ ശാപം ആ തറവാടിനെ പിന്നെ വിട്ടുപോയതേയില്ല. കാരണവര് വലിയൊരു പ്രശ്നമൊക്കെ വെച്ച് നോക്കിത്രേ. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോ പണിക്കര് പറഞ്ഞു, ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം തറവാട്ടിലെ ഒരു മുണ്ടും പെട്ടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്രേ. അങ്ങനെ കാരണവര് വീട്ടിലത്തെ എല്ലാ സ്ത്രീകളുടെയും മുണ്ടും പെട്ടി പരിശോധിക്കുകയും അവസാനം മേൽപ്പറഞ്ഞ സ്ത്രീയുടെ പെട്ടിയിൽ നിന്ന് നാഗമാണിക്യം കണ്ടെടുക്കുകയും ചെയ്തു. ആ സ്ത്രീ ഭ്രാന്ത് വന്നാണ് മരിച്ചതെന്ന് പറയപ്പെടുന്നു. പിന്നീട് അവിടെ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ മരിക്കുകയോ ചെയ്തു എന്നാണ് പറയുന്നത്. അവസാനം ആ തറവാട് വേരറ്റുപോയി എന്നായിരുന്നു അയോയ പറഞ്ഞെന്ന കഥ. വീണ്ടും സർപ്പത്തിന് എൻ്റെ മനസ്സിലൊരു ദൈവിക പരിവേഷം കിട്ടുകയാണ്. ഈ കഥകളൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ വളരുന്നത്. അങ്ങനെയുള്ള എൻ്റെ മനസ്സിൽ സർപ്പങ്ങൾ ഭണം വിരിച്ചാടും എന്നതിന് യാതൊരു സംശയമില്ലല്ലോ. പിന്നീട് ഞങ്ങളുടെ താമസ സ്ഥലം ഒറ്റപ്പാലത്തേക്ക് മാറി. അവിടെ നിന്ന് എൻ്റെ അമ്മയുടെ മരണശേഷം ചെറിയമ്മയുടെ വീടായ രായിരനെല്ലൂരിലേക്ക് ഞാൻ താമസം മാറ്റി. എൻ്റെ മേമ അന്ന് താമസിച്ചിരുന്നത് ഒരു പഴയ ഇല്ലം വിലയ്ക്ക് വാങ്ങിയിട്ടാണ്. അതിന് ഒരുപാട് തൊടിയുണ്ടായിരുന്നു. തൊടിയിൽ നിറയെ പാമ്പുകളും ഉണ്ടായിരുന്നു. പാമ്പുകൾ പലപ്പോഴും മുറ്റത്തഴഞ്ഞ് നടക്കണ കാണാം. ഒരു ദിവസം കോളേജ് വിട്ടിട്ട് ഞാൻ വരുമ്പോൾ വീട്ടിൽ സഹായത്തിന് നിൽക്കണ സുഭദ്ര എന്ന് പറയണ ചേച്ചി അയ്യോ പാമ്പ് എന്നും പറഞ്ഞിട്ട് നിലവിളിക്കണത് കേട്ടിട്ടാ കോളേജിൽ നിന്ന് ഞാൻ വരണേ. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല രസകരമായൊരു കാഴ്ച ഉണ്ട്. അടുക്കളയിൽ നിലത്തുകൂടി ഉണ്ട് കമത്തി വെച്ച ഒരു പാത്രം എഴഞ്ഞെഴഞ്ഞു പോണു. കമത്തി വെച്ച ഒരു സ്റ്റീൽ പാത്രം ഇങ്ങനെ പാമ്പ് പോണ മാതിരി എഴഞ്ഞെഴഞ്ഞു പോകുന്നുണ്ട്. കുട്ടി അതിൻ്റെ ഇടയിൽ പാമ്പുണ്ട്, ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ വലിയൊരു കോല്, നല്ല കനുള്ള ഒരു വടി കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ പാത്രം തട്ടിയിട്ടു. കോലോണ്ട് പാത്രം തട്ടിയിട്ടപ്പോൾ പാമ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഒരു കുളിമുറി ഉണ്ടായിരുന്നു, ഒരു പഴയ കുളിമുറി ഉണ്ട്. ആ കുളിമുറിയുടെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഓവിൽ കൂടി പുറത്തേക്ക് വരാൻ ഒരു ശ്രമം നടത്തി. ഓവിൽ കൂടി പുറത്തേക്ക് വരാൻ ശ്രമം നടത്തിയപ്പോൾ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിൻ്റെ തല പുറത്തേക്ക് വന്നു. അതെന്തോ എര മിണുങ്ങിയിട്ട് വന്ന് കിടക്കായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ ഉടല് പുറത്തേക്ക് വരാതെ ഉടലിൻ്റെ പകുതി ഭാഗവും വാലും കുളിമുറിയുടെ ഉള്ളിലും തലയും കഴുത്തും കുളിമുറിയുടെ പുറത്തുമായിട്ട് അതിങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു ദുർബുദ്ധിയാണത്. ഞാൻ കുളിമുറിയുടെ പുറത്തേക്ക് ഓടി ചെന്നിട്ട് കയ്യിലുണ്ടായിരുന്ന മുണ്ടംവടി കൊണ്ട് അതിൻ്റെ തലയ്ക്ക് 5-6 അടി അടിച്ചു. തല ചതഞ്ഞു പോയി, അത് ചത്തു. എന്തിനു വേണ്ടി അപ്പൊ അതങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഒരു പിടിയില്ല. അതിപ്പോ ആ കുളിമുറിയിൽ അങ്ങനെ തന്നെ നിന്നിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നു വിചാരിച്ചിട്ടാണോ, അതോ വിഷമുള്ള പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് കൊണ്ട്
ഞാനൊരു ധൈര്യവതിയായി മാറും എന്ന് വിചാരിച്ചിട്ടാണോ, അതൊന്നും എനിക്ക് നിശ്ചയില്ല. എന്തായാലും എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ അങ്ങനെ ഒരു കൊലപാതകം ചെയ്തു. ആ കുറ്റബോധം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ പാപത്തിൽ നിന്ന് ഒരിക്കലും മുക്തി നേടില്ല എന്നാണ് ഞാൻ വിചാരിക്കണത്. പിന്നീട് പലപ്പോഴും സർപ്പകഥകളിൽ കേട്ടിട്ടുള്ള പാമ്പിനെ ദ്രോഹിച്ചാൽ അനപത്യതാ ദുഃഖം ഉണ്ടാവും, സാംക്രമിക രോഗങ്ങൾ വരും, പാമ്പിൻ്റെ ശാപം തൊലിപ്പുറമെ അസുഖങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയുള്ള ഭയം എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ചികിത്സകൾ നടത്തുന്ന സമയത്ത് എപ്പോഴും തല്ലിക്കൊന്ന ആ പാമ്പിൻ്റെ ചതഞ്ഞ പത്തി എൻ്റെ മനസ്സിലിങ്ങനെ ഉയർത്തി നിൽക്കും. എൻ്റെ തൊലിപ്പുറമെ ഒരുപാട് അസുഖങ്ങൾ വന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചത് ഞാൻ ചെയ്ത ആ പാപത്തിൻ്റെ ഫലമാണത് എന്നാണ്. സർപ്പങ്ങൾ പിന്നീട് എൻ്റെ മനസ്സിൽ മനുഷ്യരൂപം പ്രാപിച്ചു. വലുതാവും തോറും സർപ്പങ്ങൾക്ക് മനുഷ്യരൂപമാണെന്നും, അഥവാ ചില മനുഷ്യരുടെ ഉള്ളിലെങ്കിലും കഠിന വിഷമുള്ള പാമ്പുകൾ ജീവിക്കുന്നുണ്ട് എന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. ഒരിക്കൽ ആൾക്കാരില്ലാത്ത ഒരിടവഴിയിൽ കൂടി പുലർച്ചെ ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ധൃതിയിൽ നടന്നു പോകുമ്പോൾ പിന്നാലെ വന്ന് സർപ്പത്തിൻ്റെ സീൽക്കാരം പോലെ ശൂളം വിളിച്ച് കൂടെ വരുന്നോന്ന് ചോദിച്ചവന്. മറ്റൊരിക്കൽ യാത്രക്കിടയിൽ തൻ്റെ പുരുഷത്വം ഇന്നതാണ് എന്ന് പ്രകടിപ്പിച്ച് എന്നെ ഭയപ്പെടുത്തിയ ഒരുവന്. എല്ലാം ഞാൻ സർപ്പസ്വഭാവം കണ്ടു. ഇപ്പം എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഭീകരന്മാരല്ല യഥാർത്ഥ സർപ്പങ്ങൾ. അവരുടെ വിഷത്തിന് നമുക്ക് ആൻറ്റിവെനം കൊടുത്ത് ചികിത്സിക്കാലോ. പക്ഷെ മനുഷ്യ സർപ്പങ്ങളുടെ വിഷത്തിന് പ്രതിവിഷം ഇല്ല. എപ്പോഴൊക്കെ നമ്മളിലേക്ക് അത് അവർ കൊടഞ്ഞിട്ടിട്ടുണ്ടോ അത് ആജീവനാന്തം നമ്മൾ പേറിക്കൊണ്ടേയിരിക്കണം. സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ടായിരുന്ന സർപ്പസ്വപ്നങ്ങൾ അവസാനിച്ചു. ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം. സ്ഥിരമായിട്ട് ചുവന്ന സർപ്പങ്ങളെ, ഇണചേരുന്ന സർപ്പങ്ങളെ, ഒരു പൊയ്ക നിറച്ച് നീന്തിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളെ ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു. മനഃശാസ്ത്രപ്രകാരം അതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ മധുരയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം തീർത്തും ഇല്ലാതെയായി. പക്ഷേ പാമ്പുകളെ കുറിച്ചുള്ള കഥകൾ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. പിന്നെയും ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് പല സർപ്പകഥകളും. നിപ്പ വൈറസ് എന്നുള്ള പേരിൽ ഞാനൊരു കഥ എഴുതുണ്ടായി. അന്നത് വായിച്ച പലർക്കും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഉണ്ടായത്. കഥ ഇപ്രകാരമാണ്. കാലികൾ പാവകളായിട്ടുള്ള ഒരു കളി. കുറേ പോത്തുകളുടെയും പശുക്കളുടെയൊക്കെ രൂപത്തിലുള്ള പാവകളെയും കൊണ്ട് കളിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി നട്ടുച്ച വെയിലത്ത് ഒരു വലിയ മാവിൻ്റെ ചോട്ടിൽ ഈ കാലികളെയൊക്കെ നിരത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് കുട്ടിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ കുട്ടി തൻ്റെ കാലിക്കൂട്ടത്തിനോട് പറയണത്, മാങ്ങ എങ്ങാനും വീണാൽ നിങ്ങൾ എനിക്ക് തരണം, നിങ്ങൾക്ക് ഇവിടെ പുല്ലുണ്ടല്ലോ, എനിക്ക് മാങ്ങ തരുമോ, എനിക്ക് വല്ലാതെ വിശക്കുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് ദൂരെ ഒരു കൽക്കോവിൽ ഉണ്ട്, കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോവിൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് വൃദ്ധനായിട്ടുള്ള ഒരു നാഗം, ശരീരം മുഴുവൻ ചെതുമ്പലുകളുള്ള ഒരു നാഗം കുട്ടീനെ തൻ്റെ സീൽക്കാരം കൊണ്ട് വിളിക്കുകയാണ്. കുട്ടി അടുത്ത് ചെല്ലുമ്പോൾ പഴുത്ത മുഴുത്ത മധുരമുള്ള ഒരു പഴം, മാങ്ങ കുട്ടിക്ക് കൊടുക്കുകയാണ്. ആ മാങ്ങ കൊടുക്കുന്നതിന് പകരമായിട്ട് വൃദ്ധനാഗം കുട്ടിയെ ആഞ്ഞു പുൽകി കൊത്തുന്നു. തൻ്റെ കടുത്ത വിശപ്പിനിടയിൽ ഞാനിതൊന്ന് തിന്നോട്ടെ എന്നിട്ട് എന്നെ കൊത്തിക്കോളൂ എന്ന് കുട്ടി പറയുന്നുണ്ട്. കഥയുടെ അവസാനം ഞാൻ പറയണില്ല. കിതപ്പിൽ നാഗം പറയുന്നത്, ഇതുപോലെ ഒരുപാട് പഴങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നീ ഇനിയും വരണം, ഇനിയും ഉച്ചകളിൽ നിന്നെ ഞാൻ കാത്തിരിക്കും എന്ന് നാഗം പറയാണ്. ആ സമയത്താണ് ദൂരെ ഒരിടത്ത്, ഇന്ത്യയിൽ തന്നെ, ഒരു കൽക്കോവിനുള്ളിൽ വെച്ച് ഒരു കുഞ്ഞ്, ഒരു പെൺകുട്ടി അനേകം വൃദ്ധന്മാരടക്കമുള്ള അനേകം ആണുങ്ങളാൽ ബലാത്സംഗത്തിനിരയായിട്ട് മരണമടഞ്ഞത്. കഥയിലെ അവസാനത്തെ വാക്യം, വവ്വാൽ ചവച്ച മാങ്ങയണ്ടി പോലെ കുട്ടി തളർന്നു കിടന്നു എന്നാണ്. നിപ വൈറസ് നമ്മളെ ബാധിച്ചിരുന്നൊരു സമയവുമാണത്. ആ കഥ എന്നെ കൊണ്ട് എഴുതിച്ചത് എൻ്റെ മനസ്സിൽ എപ്പോഴും പുളഞ്ഞു സീൽക്കാരം പുറപ്പെടുവിച്ചിരുന്ന പല നാഗങ്ങളാണ്. ഒരിക്കൽ അംബികാസുധൻ മാങ്ങാട് എഴുതിയ, അംബികാസുധൻ മാഷ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഗുരുതുല്യനായ, ജ്യേഷ്ഠ സഹോദര തുല്യനായ ഒരാളാണ്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ മുഖവുര, അവതാരിക എഴുതിയത് അംബികാസുധൻ മാഷാണ്. കാടിനുള്ളിൽ രഹസ്യമായി ഒഴുകുന്ന നദികൾ എന്നൊരു കഥ, അത് മലയാളം വാരികയിലാണോ കലാകൗമുദിയിലാണോ വന്നതെന്ന് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു 2016 17 ആണ് ആ കഥ പബ്ലിഷ് ചെയ്യപ്പെട്ടത്. കാടിനുള്ളിൽ രഹസ്യമായി ഒഴുകുന്ന നദികൾ. ഒരു പെൺകുട്ടി റിസർച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കന്യാവനം തേടി പോവുകയാണ്. മനുഷ്യൻ തീണ്ടി പൊട്ടിച്ചിട്ടില്ലാത്ത ഒരു ഉൾക്കാട് തേടി പോവുകയാണ്. ആ കുട്ടിയുടെ പേര് ലോപാമുദ്ര എന്നാണ്. ലോപാമുദ്ര കന്യാവനം തേടി പോകുമ്പോൾ വഴികാട്ടിയായ ആദിവാസി പറയുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ആരും പോയിട്ടില്ല ഇതേവരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോവാം, പക്ഷെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ലോപാമുദ്ര കന്യാവനത്തിനുള്ളിലേക്ക് പോവുകയും കാടിൻ്റെ അധിപനായ രാജനാഗത്തെ കാണുകയും ചെയ്യുന്നു. അതിഭീകരനെങ്കിലും അത്യന്തം പ്രണയോത്സുകനായ രാജനാഗവുമായിട്ട് അവൾ തീവ്രമായിട്ടുള്ള ഒരു പ്രണയാനുഭവത്തിൽ പെടുകയാണ്. തുടർന്ന് പാമ്പ് പറയണത്, നാഗം പറയണത്, രാജനാഗം പറയണത്, മനുഷ്യൻ്റെ ഉളുമ്പുനാറ്റം കളഞ്ഞ് നീ കുളിച്ചു വരൂ എന്നാണ്. തൻ്റെ ഉടയാടകൾ ഉപേക്ഷിച്ച് മനുഷ്യൻ്റെ ഉളുമ്പുനാറ്റം കളയാൻ വേണ്ടി കാട്ടുചോലയിൽ കുളിച്ച് കയറി വരുന്ന അവളെ രാജനാഗം പ്രണയത്തോടെ പുൽകുന്നു.
ആ സമയത്ത് വെറും ഒരു കൗതുകത്തിന് എന്ന പോലെ അവൾ തൻ്റെ ഫോണിൽ ആ ദൃശ്യം പകർത്തി കൂട്ടുകാരിക്ക് അത് ഷെയർ ചെയ്യുന്നു. അതൊരു വലിയ ദുരന്തം വിളിച്ചു വരുത്തുകയാണ്. കഥയുടെ ബാക്കി വായിക്കുക. പിന്നീട് കാടിനുള്ളിൽ രഹസ്യമായി ഒഴുകുന്ന നദികൾ എന്ന ആ കഥയുടെ പേരിൽ തന്നെ അംബികാസുധൻ മാഷ് ഒരു കഥാശേഖരം പുറത്തിറക്കുണ്ടായി. എനിക്ക് തോന്നുന്നു DC ബുക്സ് ആണ് അത് പുറത്തിറക്കിയതെന്ന് തോന്നുന്നു. അതിൻ്റെ അനുബന്ധ പഠനമായിട്ട് ഞാൻ എഴുതിയിട്ടുള്ള മദനമുദ്രീയം എന്ന ലേഖനം അദ്ദേഹം കൊടുക്കണ്ടായിട്ടുണ്ട്. എൻ്റെ സർപ്പകഥകൾ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അതോടുകൂടി എൻ്റെ കഥാശേഖരം നിന്നു എന്നല്ല അർത്ഥം. വലുതാവും തോറും ഒരു പക്ഷേ സർപ്പങ്ങൾ രൂപം മാറി പല അവസ്ഥകളിലേക്ക് പോയതാവാം. പല ഒടിവേലകൾ അവർ ചെയ്തതാവാം. ഇനി ഒടിയന്മാരുടെ ലോകത്തേക്കാണ് ഞാൻ പോണത്.